ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ഒരു വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കടി ഉണ്ടാക്കുന്നത് പുട്ടാണ്. അപ്പോൾ ഇതാ പുട്ടൊക്കെ ചുട്ടതാ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുട്ടിലേക്ക് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് പഴമാണ് കേട്ടോ, പുട്ടും പഴമാണേ. അങ്ങനെ കടി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം ചായയൊക്കെ കുടിച്ചിരുന്നു. ഇനി നമ്മളുടെ പണി എന്ന് പറയുന്നത് ചോറ് തീമടലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരി കഴുകി എടുക്കുകയാണ്. അപ്പോഴേക്ക് ഇതാ നമ്മളുടെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അരി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളെ ചോറ് അടുപ്പത്തായിട്ടുണ്ട്. ചോറ് നന്നായി തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഇനി റൈസ് കുക്കറിലേക്കാണ് ഇറക്കി വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇനി ഇവിടെ കിടന്നൊന്ന് വേവട്ടെ. ഇനി മുറ്റടിച്ചു വരാനുണ്ട് കേട്ടോ. ആദ്യം ചെയ്യേണ്ട പണി ഞാൻ ഇന്ന് ലാസ്റ്റാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നൊക്കത്തല കുത്തനെയാണ് ഒക്കെ നടന്നിട്ടുള്ള പണികൾ. അന്ന് ഫിനുവിന് പനിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ രാവിലെ മദ്രസക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ വെറുതെ കുത്തിരുന്നു. അങ്ങനെ പണിയൊക്കെ ആകെ വൈകിപ്പോയി. അപ്പോൾ അങ്ങനെ വെയിലൊക്കെ വന്നു കേട്ടോ അടിച്ചു വരിയപ്പോൾ. വെയിൽ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ തുണികൾ ആദ്യം തന്നെ തിരുമ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ രാവിലെ തന്നെ തിരുമ്പിയിടും. പിന്നെ ഇന്ന് നല്ലൊരു കാലാവസ്ഥയും കൂടെ ആയിരുന്നല്ലോ, നല്ല വെയിലുള്ള ദിവസമായിരുന്നു. അപ്പോൾ പിന്നെ നേരത്തെ തന്നെ തുണികൾ തിരുമ്പിയിട്ടു, പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ വിചാരിച്ചിട്ടേ. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ മുറ്റടിച്ചാനൊക്കെ നിന്നിട്ടുള്ളത്. മുറ്റടിച്ചൽ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ മീൻകാരൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മീൻ വാങ്ങിയിട്ടുള്ളത് അയില മീനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കറിയും വെക്കണം, പിന്നെ അതുപോലെ കുറച്ചെടുത്ത് പൊരിക്കണമുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് മീൻ മുളകിട്ടതാണ് വെക്കുന്നത്. ഞാൻ അധികം അത് തന്നെ വെക്കാറ്, എനിക്കതാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയാണ് അധികം ഉണ്ടാക്കാറുള്ളത് കേട്ടോ. ഒരു ഭാഗത്ത് മീൻ കറി ഉണ്ടാക്കുന്നുണ്ട്, അപ്പുറത്ത് മീൻ പൊരിച്ചണമുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. നമുക്ക് സ്കൂളിലെ ദിവസങ്ങളിൽ ലോങ് വീഡിയോ ഒക്കെ എടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലത്തെ പണിയും തിരക്കും ഒക്കെ പാടെ ആകുമ്പോഴേ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കലൊക്കെ പാടെ നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഒഴിവ് ദിവസങ്ങളിൽ മാത്രം ലോങ് വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പം നമ്മളുടെ മീൻ പൊരിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി മീൻ കറിയും കൂടെ റെഡി ആവാനുണ്ട്. അപ്പോൾ ഇതാ നമ്മളുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മീനും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. മീൻ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അയലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാറിൻ്റെ മുകളിൽ ഇട്ടിട്ടാണ് കേട്ടോ തുണികൾ ഉണക്കണത്. അപ്പോൾ തുണികളൊക്കെ ഉണങ്ങിയതൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേന് ഇതാ നമ്മളുടെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഒന്ന് ഊറ്റിയെടുക്കാനുണ്ട്. പിന്നെ ഉമ്മാക്ക് അയില മീനൊന്നും പറ്റൂല കേട്ടോ. അയില മീനെന്നല്ല, ചില മീനുകളും പറ്റൂല. അതുപോലെ ബീഫൊന്നും തിന്നൂല. അപ്പോൾ പിന്നെ ഉമ്മാക്ക് വേറെ നമ്മൾ കൂട്ടാനും ഇതൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ കറിക്കുള്ള തേങ്ങ ചിരവാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഒന്ന് പുളിഞ്ചാറാണ് വെക്കണത്. അപ്പോൾ അതും ഉണ്ടാക്കണം. പിന്നെ അതുപോലെ കുറച്ച് ഉണക്കമീൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഉണക്കമീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉമ്മാക്ക്. പിന്നെ അതുപോലെ ആങ്ങളുടെ കുട്ടിക്ക് ഫിനുവിനൊക്കെ ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഉണക്കമീനും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഉണക്കമീൻ പൊരിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത് കേട്ടോ. അവിടെ കുറച്ച് അരിമുളകും കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അരിമുളക് നോക്കുമ്പോൾ കുറച്ച് പഴുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാലും വേണ്ടില്ല ഞാനത് പൊരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ചട്ടിയിലേക്ക് തന്നെ ഉണക്കമീനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഇത് നമ്മളുടെ പുളിഞ്ചാറ് റെഡി ആയിട്ടുണ്ട്. പുളിഞ്ചാറ് നമ്മൾ ഉണക്കമീൻ്റെ തലയും വാലൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോഴേക്കും ചോറേക്ക് കഴിഞ്ഞതാ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ പ്രദീപേട്ടനെന്നും ചായക്കടി കൊണ്ട് ഇതിൽ വരും കേട്ടോ, എണ്ണക്കടി കൊണ്ട്. അപ്പോൾ അവരിരുന്ന് ചായക്കടി വാങ്ങിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പഴംപൊരി ആയിരുന്നു കേട്ടോ. അപ്പോൾ പഴംപൊരിയും കട്ട്ലേറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.